വെറുതെ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കുക. എന്നിട്ട് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫൈനൽ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു ഫീല് അതൊന്നും വേറെ തന്നെയല്ലേ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ക്ലേ ഉണ്ടാക്കി എടുക്കണം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ സോയിൽ ക്ലേ വെച്ചിട്ട് ഫ്ലവർ ട്രിങ്ക് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ആട്ടോ ഇത് ഗിവ് അവേയിൽ കൊടുക്കുമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്ലേ വെച്ചുണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ തൊട്ടടുത്തൊട്ടൊരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ, അവൾക്ക് കൊടുക്കാറാണ് പതിവേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു പപ്പായ ഡ്രിങ്ക് ഡിഷാണ് കേട്ടോ. ശരിക്കും പറയുന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ടാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് എപ്പം മാറിപ്പോയി എന്നുള്ളത് എനിക്ക് തന്നെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നമ്മുടെ പപ്പായ ഡ്രിങ്ക് ഡിഷിനെ ഉടനെ തന്നെ ഞാൻ പെയിൻറ് ചെയ്ത് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ക്ലേയുടെ പൊക്കത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ വെള്ളം കൂടി പോകരുത്. കാരണം നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ടാണല്ലോ ഷേപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനും ഇതുപോലെ ഷേപ്പ് ചെയ്തപ്പോൾ വന്ന മാറ്റം കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ.